ഇത് എയർ ലിക്വിഡിന്റെ മൊണാൾ T60 എന്ന് പറഞ്ഞ വെന്റിലേറ്റർ ആണ്. ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ O2വിന്റെ കണക്ടർ ഇവിടെ O2വിന്റെ പോർട്ടിൽ കണക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ മെഷീന്റെ ഈ സൈഡിൽ ഒരു സ്വിച്ച് ഉണ്ട്, അത് ഓൺ ആക്കുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് മെയിൽ ആണോ ഫീമെയിൽ ആണോ സെറ്റ് ചെയ്യുക, ഹൈറ്റ് സെറ്റ് ചെയ്യുക. ഇത് രണ്ട് സെറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് കാൽക്കുലേഷൻ ആയിട്ട് ടൈഡൽ വോളിയം വന്നോളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെന്റിലേറ്റർ ഏത് മോഡിലാണ് കൊടുക്കുന്നതെന്ന് നമ്മളിവിടെ എൻ്റർ ചെയ്യുക. ഇതിൻ്റെ അകത്ത് ഇൻവേസീവ് നോൺ ഇൻവേസീവ് എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഇൻവേസീവ് എന്ന് പറയുന്നത് മാസ്ക് വഴി അല്ലാതെ നമ്മൾ ട്രക്യോസ്റ്റമി ഒക്കെ കൊടുക്കില്ല, ആ ടൈപ്പ് പേഷ്യൻറ്റിനാണ് ഈ മോഡുകളെല്ലാം ഉപയോഗിക്കുന്നത്. നോൺ ഇൻവേസീവ് എന്ന് പറയുന്നത് നമ്മൾ മാസ്ക് വഴിയുള്ള വെന്റിലേഷൻ ഇല്ല, അതാണ് നോൺ ഇൻവേസീവ് വെന്റിലേഷൻ എന്ന് ഉദ്ദേശിച്ചത്. നമ്മൾ മാസ്ക് വഴിയാണെങ്കിൽ ആ വെന്റിലേഷൻ്റെ ഏതെങ്കിലും മോഡുകൾ സെലക്ട് ചെയ്യുക. മാസ്ക് വഴി അല്ലാതെ ട്രക്യോസ്റ്റമി വഴിയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും മോഡ് സെലക്ട് ചെയ്യുക. നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് മാസ്ക് വഴിയുള്ള വെന്റിലേഷൻ ആണല്ലോ. അപ്പം ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് മാസ്ക് വഴിയുള്ള വെന്റിലേഷൻ്റെ അകത്തുള്ളത് പ്രഷർ കൺട്രോൾ വെന്റിലേഷൻ ഉണ്ട്, പിന്നെ പ്രഷർ സപ്പോർട്ട് വെന്റിലേഷൻ ഉണ്ട്, പിന്നെ പിന്നെ വേറെ ഒന്നുമില്ല. ബാക്കിയെല്ലാം SAMB PS Pro എന്നൊക്കെ ഓപ്ഷണലായിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ട മോഡുകളാണ്. ഈ ഇത്രയും മോഡുകളാണ് മാസ്ക് വഴിയുള്ള വെന്റിലേഷനിലുള്ളൂ. പിന്നെ മാസ്ക് വഴി അല്ലാത്ത ഈ ട്രക്യോസ്റ്റമിയിലുള്ള മോഡുകൾ എന്ന് പറയുന്നത് വോളിയം കൺട്രോള്, CPAP, SAMB വോളിയം കൺട്രോള്, ഇത്ര മോഡുകളുള്ളൂ. ബാക്കി PRVC ഒക്കെ ഓപ്ഷണലായിട്ട് വരുന്ന ഞാനൊരു മോഡിൽ ഇട്ട് കാണിച്ചു തരാം. വോളിയം കൺട്രോൾ മോഡിൽ ഇടുക നമ്മളിപ്പോൾ. എന്നിട്ട് അതിൻ്റെ അകത്ത് വാലിഡേറ്റ് എന്ന് പറയുന്ന ഓപ്ഷന് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് വെന്റിലേഷൻ സ്റ്റാർട്ട് ആവും. ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് ഒരു പേഷ്യന് വേണ്ടി ഒരു ടെസ്റ്റ് ലെങ് ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ ഈ വെന്റിലേഷൻ സ്റ്റാർട്ട് ആകാൻ നമുക്ക് ഇതിൻ്റെ അകത്ത് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നമ്മൾ സെറ്റ് ചെയ്യേണ്ട പാരാമീറ്റർ എന്ന് പറയുന്നത് ഇത് വോളിയം കൺട്രോൾ ആട്ടോ. വോളിയം കൺട്രോൾ മോഡിൽ നമ്മൾ മെയിനായിട്ട് സെറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ FiO2 എത്ര വേണമെന്ന് സെറ്റ് ചെയ്യാം. ഈ വോളിയം കൺട്രോൾ മോഡ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ സിക്ക് ആയിട്ടുള്ള പേഷ്യൻ്റ് ഉണ്ടല്ലോ, ഒരു പ്രതികരണ ശേഷി ഒന്നും ഇല്ലാത്ത പേഷ്യൻ്റ്, ആ ടൈപ്പ് പേഷ്യൻ്റാണ് വോളിയം കൺട്രോൾ ഉപയോഗിക്കുന്നത്. അപ്പം ഫസ്റ്റ് നമ്മൾ 100 O2 സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. പിന്നെ ടൈഡൽ വോളിയം നമ്മൾ പേഷ്യൻറ്റിൻ്റെ ഓട്ടോമാറ്റിക് കാൽക്കുലേഷൻ നമ്മൾ ആദ്യം കൊടുത്തപ്പോൾ വന്നാൽ അത് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നും കൂടെ മാറ്റിയാൽ മതി. അതായത് 1 കിലോ ഉള്ള ഒരു പേഷ്യൻറ്റിന് ഒരു 7 ml വെച്ച് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു 60 കിലോ ഉള്ള പേഷ്യൻ്റ് 60x7 ആയിരിക്കും അതിൻ്റെ ടൈഡൽ വോളിയം. അപ്പോൾ അതിന് കാൽക്കുലേഷൻ ചെയ്ത് കിട്ടുന്ന ഒരു ആൻസർ ഉണ്ടല്ലോ, അത്ര ml ഇതിൻ്റെ അത് സെറ്റ് ചെയ്യുക. ഇത് റെസ്പിറേറ്ററി റേറ്റ് നോർമലി 12, അത് സെറ്റ് ചെയ്യുക. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഡോക്ടർ പറയുന്ന ആ വാല്യൂ ഇതിൻ്റെ അത് സെറ്റ് ചെയ്താൽ മതി. പിന്നെ പീപ്പും നോർമലി വരുന്നത് 5, അതും ഡോക്ടർ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്താൽ മതി. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ സെറ്റ് ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ 100 O2 സെലക്ട് ചെയ്യുന്നത് ഇത് ഈ സൈഡ് ഫുള്ളും പേഷ്യൻറ്റിൻ്റെ മോണിറ്ററിംഗ് ആണ്. ഇത് നമ്മൾ സെറ്റ് ചെയ്യുന്ന ഏരിയ ആണ്. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ 100 O2 സെറ്റ് ചെയ്തു, 100 വരുന്നുണ്ട്. ടൈഡൽ വോളിയം സെറ്റ് ചെയ്തു, ടൈഡൽ വോളിയം വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നതിന് അടുത്ത പേജിൻ്റെ അകത്ത് നമുക്ക് മിനിറ്റ് വെന്റിലേഷൻ എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ ടൈഡൽ വോളിയം ഇൻറ്റു റെസ്പിറേറ്ററി റേറ്റ്, ഈ ടൈഡൽ വോളിയമില്ല അത് ഇൻറ്റു റെസ്പിറേറ്ററി റേറ്റ് ഈക്വൽ, അത് രണ്ടും ഗുണിക്കുന്നതാണ് ഇതിൻ്റെ അകത്ത് മിനിറ്റ് വെന്റിലേഷൻ ആയിട്ട് വരുന്നത്. അത് ലിറ്ററിലാണ് വരുന്നത്. ഇത് ടൈഡൽ വോളിയം ml-നും ഇത് ലിറ്ററിലുമാണ് വരുന്നത്. അപ്പം അത് രണ്ട് ഗുണിക്കുന്ന അത് ഇവിടെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ലീക്ക് ഇല്ലാതെ കറക്റ്റായിട്ടാണ് പേഷ്യൻറ്റിലോട്ട് പോകുന്നതാണ് നമ്മൾ അർത്ഥമാക്കുന്നത്. ഇതുപോലെ നമുക്ക് വേറെ പല മോഡുകളും ഉണ്ട്.
അത് ഏതാണോ ഡോക്ടർ പറയുന്നത് ആ മോഡിലോട്ട് നമുക്ക് സെറ്റ് ചെയ്തിടാൻ പറ്റും. പിന്നെ നമ്മളിത് നമ്മൾ സക്ഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് 100% O2 എന്നുള്ളതിൻ്റെ അകത്ത് നിൽക്കുവാണെങ്കിൽ നമുക്ക് ഈ സക്ഷൻ ചെയ്യുമ്പം പേഷ്യന്റിന് മാസ്ക് ഊരിയിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പം 100% ആക്കിയിടുവാണെങ്കിൽ പേഷ്യന്റിന് വേറെ കറക്റ്റായിട്ട് സാച്ചുറേഷൻ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് സക്ഷൻ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഓഫ് ചെയ്തിട്ടാൽ മതി. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഈ വെന്റിലേറ്ററിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഫ്ലോ മീറ്റർ ഇല്ലേ, ഫ്ലോ മീറ്റർ വഴിയുള്ള ഇത് കൊടുക്കാൻ പറ്റും. ഈ ടൈപ്പ് ഫ്ലോ മീറ്റർ ഇല്ലേ, ഈ ഫ്ലോ മീറ്ററിൻ്റെ അകത്ത് വെള്ളം കളഞ്ഞിട്ട് അതിൻ്റെ അകത്ത് സാധാരണ O2 മാസ്കിലോട്ട് കണക്ട് ചെയ്യുന്ന ട്യൂബിങ്സ് ഇല്ലേ, ആ ട്യൂബിങ്സ് നമ്മൾ ഇതിന്റെ പുറകിൽ കണക്ട് ചെയ്യാൻ പറ്റും. ആ രീതിയിലും നമുക്ക് വെന്റിലേഷൻ ചെയ്യാൻ പറ്റും. അതായത് ഇതിന്റെ ഇവിടെ കണക്ട് ചെയ്താൽ മതി. ഇവിടെ കണക്ട് ചെയ്തിട്ട് ലോ ഫ്ലോയിലായിട്ട് ഈ ഇത് പോർട്ടബിൾ ആയിട്ട് നമ്മൾ ആംബുലൻസിലൊക്കെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഈ ഇതെന്ന് പറയുമ്പോഴത്തേനും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള 4 ബാർ പ്രഷർ ഉണ്ടെങ്കിലാണ് ഈ ടൈപ്പ് ഇതിൻ്റെ അകത്ത് നമുക്ക് O2 കിട്ടുള്ളൂ. അപ്പം ആംബുലൻസിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ ഇതുപോലത്തെ O2 പൈപ്പ് ലൈൻ ചെയ്തിട്ടില്ലെങ്കിൽ, ഇതുപോലത്തെ പൈപ്പ് ലൈനുകളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് 4 ബാർ പ്രഷർ കിട്ടില്ലല്ലോ. അപ്പം അതിന് പകരം നമുക്ക് ലോ ഫ്ലോ ആയിട്ട് ഇവിടെ നമുക്ക് ഈ ഫ്ലോ മീറ്ററിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും ഈ ട്യൂബിങ്സ് വഴി. അപ്പൊ നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു ഓപ്ഷൻ ഓഫ് ചെയ്തിടണം. ഓഫ് ചെയ്തല്ല, അത് ഓരോ ഓപ്ഷൻ എനേബിൾ ആക്കി ഇടണം. അതായത് ഞാൻ കാണിച്ചു തരാം. സ്റ്റാൻഡ് ബൈയിലാക്കി ഇട്ടിട്ട് നമ്മൾ മെനു എടുക്കുക. അതിനകത്ത് ലോ പ്രഷർ O2 എന്നുള്ള ഓപ്ഷൻ ഇല്ല, അത് ഓൺ ചെയ്തിടുവാണെങ്കിൽ നമുക്കിവിടെ O2 കണക്ട് ചെയ്തുകൊണ്ട് ലോ ഫ്ലോയിൽ നമുക്കിത് വെന്റിലേറ്റർ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ്. പിന്നെ ഇത് അഡൽട്ട്, ചൈൽഡ്, ഇൻഫന്റിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓരോ ടൈപ്പ് പേഷ്യന്റിനും നമുക്ക് ഓരോ ട്യൂബിങ്സ് ആണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇത് അഡൽറ്റിനുള്ള ട്യൂബിങ്സ് ആണ് വരുന്നത്. അവർക്കും ഇതുപോലെ ടെസ്റ്റ് ലെങ്ങുകൾ മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ അഡൽറ്റിന്റെ ടെസ്റ്റ് ലെങ് ആണ് ഇവിടെ കിടക്കുന്നത്. ഇപ്പം നിയോനേറ്റലിനായാലും പീഡിയാട്രിക്കിനായാലും അതിന്റെ ടെസ്റ്റ് ലെങ് വ്യത്യാസം കാണും. ഇതിന്റെ കണക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ സ്പ്രേ ഒരു ബാക്ടീരിയൽ ഫിൽട്ടർ ഇവിടെയും കണക്ട് ചെയ്യുക. ഈ പേഷ്യന്റിലോട്ട് പോകുന്നതിന്റെ ഇവിടെയായിട്ട് HME ഫിൽട്ടർ കണക്ട് ചെയ്യുക. അങ്ങനെയാണ് ഇത് പേഷ്യന്റിലോട്ട് കണക്ട് ചെയ്യേണ്ടത്. പിന്നെ ഉള്ളത് ഇതിന്റെ ചാർജർ ഇതാണ്. ഇവിടെയാണ് അതിന്റെ ഇത് കുത്തുന്നത്. ഇനി ഇത് ബാറ്ററി ബാക്കപ്പിൽ വർക്ക് ചെയ്യും. കറണ്ട് പോയാലും നമുക്ക് ബാക്കപ്പ് കിട്ടും. ഇതിനകത്ത് ഫുൾ ചാർജ് ആണെങ്കിൽ ഒരു 3-4 മണിക്കൂറെങ്കിലും ബാക്കപ്പ് കിട്ടും. ഇത് ഓക്കെ, ശരി എന്നാൽ താങ്ക് യു.